ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ചലഞ്ചസ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളും അത് ലോകം നേരിടുന്ന പ്രതിസന്ധികളും എന്ന വിഷയമാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ക്ലൈമറ്റ് ചേഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് എ മോസ്റ്റ് ക്രിട്ടിക്കൽ ഗ്ലോബൽ ഇഷ്യൂ അഫക്റ്റിംഗ് എക്കോസിസ്റ്റംസ്, ബയോഡൈവേഴ്സിറ്റി, ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് എക്കണോമിക്സ്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മളുടെ ആവാസ വ്യവസ്ഥയെയും ജൈവവൈവിധ്യത്തെയും മനുഷ്യൻ്റെ സമൂഹത്തെയും സാമ്പത്തികത്തെയും എല്ലാം പൊതുവെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിന് ഇടയാക്കുന്ന കാരണങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷനാണ്. പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളും ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഉൾപ്പെടെയുള്ള വാതകങ്ങളും അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത് മൂലം അന്തരീക്ഷത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് എമിഷനും ഡീഫോറസ്റ്റേഷനും ഇൻഡസ്ട്രിയലൈസേഷനും വ്യാവസായികവൽക്കരണവുമാണ് ക്ലൈമറ്റ് ചേഞ്ചിന് പൊതുവെ ഇടയാക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് റൈസിങ് ടെമ്പറേച്ചറാണ്. ഭൂമിയുടെ ചുറ്റുമുള്ള സ്വാഭാവികമായിട്ടുള്ള താപനില വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ടെമ്പറേച്ചർ വർദ്ധിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അന്തരീക്ഷത്തിലേക്ക് അധികമായി എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മീഥെയിനിൻ്റെയും സാന്നിധ്യമാണ്. ഇങ്ങനെ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് കൂടുതലായിട്ട് സംഭവിക്കുന്നത് വൈൽഡ് ലൈഫിനാണ്, വന്യജീവജാലങ്ങളാണ്. ഇത് ഉണ്ടാക്കുന്ന എഫക്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആൾട്ടേഴ്സ് ആനിമൽ ബിഹേവിയേഴ്സ്, ബ്രീഡിംഗ് സൈക്കിൾ ആൻഡ് മൈഗ്രേഷൻ പാറ്റേൺസ്. ജീവജാലങ്ങളുടെ സ്വഭാവത്തിൽ, അതായത് ചൂടുള്ള ഒരു ജലാശയം ചൂടുള്ളതായിട്ട് മാറുകയാണെങ്കിൽ ആ ജലാശയത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ജലം കുറഞ്ഞ ഒരു ജലാശയമാണെന്നുണ്ടെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റാതെ വളരെ വേഗത്തിൽ അത് ചത്തുപോവുകയും അതിൻ്റെ മൂവ്മെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങളുണ്ടാകുകയും ചെയ്യും. ബ്രീഡിംഗ് സൈക്കിൾ, അതായത് അതിൻ്റെ വംശവർധന പ്രക്രിയയിൽ തടസ്സങ്ങളുണ്ടാകും. മൈഗ്രേഷൻ പാറ്റേൺസ്, സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് ജീവജാലങ്ങൾ ഒന്നുകിൽ തണുപ്പിനെ അതിജീവിക്കാനോ അല്ലെങ്കിൽ വരൾച്ചയെ അതിജീവിക്കാനായിട്ടാണ് മൈഗ്രേഷൻ നടത്തുന്നതെങ്കിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസം ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് സ്വാഭാവികമായിട്ടല്ലാത്ത രീതിയിൽ മൈഗ്രേഷൻ നടത്തേണ്ടുന്ന ആവശ്യകതയുണ്ടാകും. ഇങ്ങനെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് കൂടാതെ വെക്ടർ ബോൺ ഡിസീസസ്, മലേറിയ, ഡെങ്കു പോലെയുള്ള അസുഖങ്ങൾ വളരെ വ്യാപകമായിട്ട് ടെമ്പറേച്ചർ കൂടുന്നത് മൂലം മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും രോഗങ്ങളുണ്ടാകാനുള്ള സാധ്യതയും ടെമ്പറേച്ചർ അധികമാകുന്നതുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സീ ലെവൽ റൈസാണ്. സമുദ്രനിരപ്പ് ഉയരുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ സീ ലെവൽ റൈസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന പ്രത്യാഘാതം ഉണ്ടായിക്കഴിയുമ്പോൾ ഭൂമിയുടെ രണ്ടറ്റത്തുമുള്ള നോർത്ത് പോളിലും സൗത്ത് പോളിലുമുള്ള ഐസ് മെൽറ്റാവുകയും അത് കടൽ വെള്ളത്തിൽ ലയിച്ചു ചേരുകയും കടൽ വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സീ ലെവൽ റൈസ് എന്ന് പറയുന്നത്. ഈ സീ ലെവൽ റൈസ് മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ നമ്മളെ വൈൽഡ് ലൈഫുമായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മറൈൻ ആൻഡ് കോസ്റ്റൽ സ്പീഷീസ് ലൈക്ക് സീ ടർട്ടിൽസ് ആൻഡ് ഷോർ ബേർഡ്സ്. അതായത് സീ ടർട്ടിൽ, അതായത് കടലാമകൾ പോലെയുള്ള ജീവജാലങ്ങൾ മുട്ടയിടുന്നത് തീരത്തോട് ചേർന്നുള്ള മണൽ പ്രദേശങ്ങളിലാണ്. അപ്പോൾ ഈ ആമകൾക്ക് മുട്ടയിടാനായിട്ടുള്ള ആവാസവ്യവസ്ഥ ഇല്ലാതാകുന്നു. തീരത്തോട് ചേർന്ന് ജീവിക്കുന്ന പക്ഷികളുണ്ട്. ഈ പക്ഷികളുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഇല്ലാതെയാകുന്നു. ലോസ് ഓഫ് മാംഗ്രൂവ്സ് ആൻഡ് കോറൽ റീഫ്സ്, മാംഗ്രൂവുകൾ അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾ ഇല്ലാതെയാകുന്നു. കോറൽ റീഫ്സ്, നമ്മുടെ ഏറ്റവും വലിയ കോറൽ റീഫ്സ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയ്ക്ക് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഗ്രേറ്റ് ബാരിയർ റീഫാണ്. അപ്പോൾ വെള്ളം കൂടുമ്പോൾ ജലത്തിൻ്റെ ഉയർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഘടനയും അല്ലെങ്കിൽ അതിൻ്റെ ജീവിതമൊക്കെ. അപ്പം സീ ലെവൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അഴുകിപ്പോകുന്ന അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്യുക എന്നാണ് പറയുക. അതുപോലെ തന്നെ സലൈനിറ്റി, ഫ്രഷ് വാട്ടറിൻ്റെ സലൈനിറ്റിയിൽ വ്യത്യാസമുണ്ടാകുന്നത്, അതായത്
ഫ്രഷ് വാട്ടറിലേക്ക് ഇത്തരം കടൽ വെള്ളം, ഉപ്പുവെള്ളം കയറി സലൈനിറ്റി വ്യത്യാസമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുണ്ടാകുന്നു. പിന്നീട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രത്യേകത, ടെമ്പറേച്ചർ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഡ്രോട്ടാണ്, വരൾച്ചയാണ്. റെഡ്യൂസ്ഡ് റെയിൻഫോൾ ആൻഡ് ഹയർ ഇവാപ്പറേഷൻ റേറ്റ് ലീഡ്സ് ടു സിവിയർ ഡ്രോട്ട്സ്, അഫക്ട്സ് വാട്ടർ അവൈലബിലിറ്റി ഫോർ ഡ്രിങ്കിങ്, അഗ്രികൾച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് സർവൈവൽ. ഇങ്ങനെ വരൾച്ച മൂലം അഗ്രികൾച്ചർ, നമ്മുടെ കൃഷി, ജലത്തിൻ്റെ ദൗർലഭ്യം, വൈൽഡ് ലൈഫ്, വന്യജീവികൾക്കാണെങ്കിൽ അവയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവും. ഇവിടെ നോക്കുക, സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ കോസ് മാസ് ഡൈ ഓഫ് ഹാർബിവോഴ്സ്. വനങ്ങളിലും സസ്യങ്ങളെ തിന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണമാക്കി ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും വരൾച്ച മൂലമുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവയ്ക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കാതെ വരികയും ലക്ഷക്കണക്കിന് ഹെർബിവോഴ്സ്, അതായത് സസ്യ ഭുക്കുകളായിട്ടുള്ള ജീവജാലങ്ങൾ മരണപ്പെട്ടു പോകുന്നതിനും ഇടയാക്കും. കൂടാതെ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഫോർ ലിമിറ്റഡ് റിസോഴ്സ് ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സ്പീഷീസ്. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ്, അതായത് വരൾച്ച മൂലം ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാകുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മത്സരം ഉണ്ടാവുകയും ജീവജാലങ്ങൾക്കിടയിൽ ആ മത്സരം അവയുടെ വംശനാശത്തിന് അല്ലെങ്കിൽ അവയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുകയും ചെയ്യുന്നു. ഡിക്രീസസ് വെജിറ്റേഷൻ കവർ ഇമ്പാക്റ്റിംഗ് ഗ്രേസിംഗ് സ്പീഷീസ് ആൻഡ് ദെയർ പ്രിഡേറ്റേഴ്സ്. വെജിറ്റേഷൻ കവർ, അതായത് സസ്യങ്ങളുടെ അളവ് കുറയുന്നത് മൂലം ഗ്രേസിംഗ് സ്പീഷീസ്, അത് തിന്ന് ജീവിക്കുന്ന ജീവജാലങ്ങളുടെ അളവിൽ കുറവ് വരും. അതിനെ തിന്ന് ജീവിക്കുന്ന പ്രിഡേറ്റേഴ്സിൻ്റെ അളവിലും വ്യാപകമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകും. പിന്നീട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രത്യാഘാതം എന്ന് പറയുന്നത് ഹീറ്റ് വേവ്സ് ആണ്. ചൂട് തരംഗങ്ങൾ അല്ലെങ്കിൽ താപതരംഗങ്ങൾ എന്ന് പറയും. പ്രൊലോങ്ഡ് പീരീഡ്സ് ഓഫ് എക്സ്ട്രീം ഹീറ്റ് കോസസ് ഹെൽത്ത് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ ആൻഡ് ആനിമൽസ്. ഇങ്ങനെ അൾട്രാവയലറ്റ് റേഡിയേഷനോ താപതരംഗങ്ങളോ ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ഹൈ ടെമ്പറേച്ചർ കോസ് ഡീഹൈഡ്രേഷൻ ആൻഡ് ഹീറ്റ് സ്ട്രെസ് ഇൻ ആനിമൽസ്. അധികമായിട്ടുണ്ടാകുന്ന താപനില നമ്മളുടെ ശരീരത്തിൽ നിന്നും ജലം നഷ്ടപ്പെടുന്നതിനും, ആനിമൽസിലാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് സ്ട്രെസ്, അതായത് ചൂട് താങ്ങാനായിട്ട് ഉള്ള അവയുടെ കഴിവ് മനുഷ്യനെ അപേക്ഷിച്ചൊക്കെ കുറവാണ്. അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ചൂടിനെ ക്രമീകരിക്കാനും ചൂടിനനുസരിച്ച് വേറെ സ്ഥലത്തേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനും അല്ലെങ്കിൽ താമസ സ്ഥലമോ ഒന്നുമുള്ള ജീവജാലങ്ങളല്ല ജന്തുക്കളെന്ന് പറയുന്നത്. അവയ്ക്ക് അതുമൂലം ധാരാളം പ്രത്യാഘാതങ്ങളുണ്ടാവും. ബേർഡ്സ് ആൻഡ് സ്മോൾ മാമൽസ് സ്ട്രഗിൾ ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ ലീഡിങ് ടു പോപ്പുലേഷൻ ഡിക്ലൈൻ. പക്ഷികൾക്കും ചെറിയ ജന്തുക്കൾക്കും അവയുടെ ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് മൂലം അവയുടെ എണ്ണത്തിൽ കുറവ് വരുന്നു. ഇൻക്രീസസ് ഫ്രീക്വൻസി ഓഫ് വൈൽഡ് ഫയർ ഡിസ്ട്രോയിങ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്. അതുപോലെ കാട്ടുതീ പോലെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഇങ്ങനെ താപതരംഗങ്ങളുള്ള സമയത്ത് കൂടുതലാവുകയും അത് വന്യജീവി സമ്പത്തിന് തന്നെ ഭീഷണിയാവുകയും ചെയ്യും. പിന്നീട് കാലാവസ്ഥ മൂലം വ്യതിയാനം മൂലം ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഫ്ലഡിങ് എന്ന് പറയുന്നത്. ഇൻക്രീസ്ഡ് പ്രിസിപ്പിറ്റേഷൻ ആൻഡ് എക്സ്ട്രീം വെതർ ഈവൻറ്റ്സ് റിസൾട്ട് ഇൻ ഫ്ലഡ്സ്. അതായത് അന്തരീക്ഷത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള താപനില കൂടുന്ന അവസ്ഥയെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ജലം നീരാവിയായി മാറുന്ന പ്രക്രിയയും കൂടും. കൂടുതൽ നീരാവി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയും ആ കൂടുതൽ നീരാവി അന്തരീക്ഷത്തിൽ ദീർഘനാൾ തങ്ങി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അത് മഴയായിട്ട് പെയ്യുകയും ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് മഴയുടെ അളവും കൂടും. ഫ്ലഡ് വാട്ടേഴ്സ് സ്പ്രെഡ് പൊല്യൂട്ടൻസ് അഫക്റ്റിംഗ് വാട്ടർ ക്വാളിറ്റി ആൻഡ് അക്വാറ്റിക് ലൈഫ്. ഇങ്ങനെ വെള്ളപ്പൊക്കം മൂലം പൊല്യൂട്ടൻസ്, അതായത് നമ്മുടെ കരയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള മാലിന്യങ്ങളെല്ലാം കടലിലും നദികളിലും പുഴകളിലും കുളങ്ങളിലുമൊക്കെ എത്തിച്ചേർന്ന് അവ കൂടി മലിനമാകും. അക്വാട്ടിക് ലൈഫിന്, ജലജീവജാലങ്ങൾക്ക് അതൊരു പ്രതിസന്ധി അല്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാക്കുകയും ചെയ്യും. ഇനി വൈൽഡ് ലൈഫിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഡ്രൗൺസ് ബറോയിങ് ആൻഡ് ഗ്രൗണ്ട് ഡ്വെല്ലിംഗ് ആനിമൽസ് ലൈക്ക് റാബിറ്റ്സ് ആൻഡ് റെപ്റ്റൈൽസ്. അതായത് മണ്ണ് കുഴിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങൾ അല്ലെങ്കിൽ മണ്ണിൽ മാളങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. അവയ്ക്ക് മരത്തിലേക്ക് കയറാനോ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുവാനോ പറ്റാത്ത ജീവജാലങ്ങളാണ്. അപ്പോൾ മണ്ണിൽ മാളങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് വെള്ളപ്പൊക്കം മൂലം പുറത്തേക്ക് വരാൻ പറ്റാതാവുകയും അത് അവിടെ തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു. വാഷസ് അവേ നെസ്റ്റ് ആൻഡ് എഗ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ആംഫിബിയൻസ്. ആംഫിബിയൻസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ കൂടുകളും മുട്ടകളും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ മരണപ്പെട്ടു പോകും. ഫോഴ്സസ് ആനിമൽസ് ടു മൈഗ്രേറ്റ് ലീഡിങ് ടു ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ. അങ്ങനെ വെള്ളപ്പൊക്കം മൂലം
ജീവജാലങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അടുത്ത സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. അങ്ങനെ ജീവജാലങ്ങൾ വേറിട്ട് താമസിക്കുക അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ, അതായത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടുന്ന സാഹചര്യമുണ്ടാകും. പിന്നീട് ചൂട് കൂടുന്നത് മൂലമുണ്ടാകുന്ന മറ്റൊരു പ്രത്യാഘാതമാണ് സൈക്ലോജെനിസിസ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് സൈക്ലോൺസ് ആൻഡ് ഹ്യൂറിക്കെയിൻസ്, അതായത് ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നു എന്നുള്ള പ്രതിഭാസം. ചൂട് കൂടുമ്പോൾ, പ്രത്യേകിച്ച് സമുദ്രത്തിൽ ചൂട് കൂടുമ്പോൾ, ഇത് സമുദ്രത്തിലെ ജലത്തെ നീരാവിയാക്കി മാറ്റും. ഈ നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് ചുഴലിക്കാറ്റായിട്ട് രൂപപ്പെടുകയും ആ ചുഴലിക്കാറ്റുകൾ പിന്നീട് വലിയ ന്യൂനമർദ്ദങ്ങളായിട്ട് മാറുകയും വലിയ മഴകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം കാറ്റും മഴയും കൂടെ ചേർന്നുണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഹ്യൂറിക്കെയിൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എഫക്റ്റ് നമ്മൾ വൈൽഡ് ലൈഫുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഡിസ്ട്രോയ് കോറൽ റീഫ്സ് വിച്ച് ആർ ക്രൂഷ്യൽ ഫോർ മറൈൻ ബയോഡൈവേഴ്സിറ്റി. അതായത് ഈ ചുഴലിക്കാറ്റുകൾ പ്രത്യേകിച്ച് കോറൽ റീഫ്സിനെ, പവിഴപ്പുറ്റുകളുടെ നാശത്തിനിടയാക്കുകയും പവിഴപ്പുറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം, കടലിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തരായിട്ടുള്ള ജീവജാലങ്ങൾ കാണുന്ന പ്രദേശങ്ങളാണ് ഈ പവിഴപ്പുറ്റുകൾ. അത് നശിച്ചു പോകുന്നതിനിടയാകും. കോസസ് ഡീഫോറസ്റ്റേഷൻ, ലിവിങ് ആനിമൽസ് വിത്തൗട്ട് ഷെൽട്ടർ. ഈ കാറ്റ്, വലിയ കൊടുങ്കാറ്റുകൾ അടിക്കുന്നത് മൂലം ഫോറസ്റ്റ്, അതായത് കാടുകളും ചെറിയ വനങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കപ്പെടുകയും അവിടെയുള്ള ജീവജാലങ്ങൾക്ക് ഷെൽട്ടർ, ജീവിക്കാനായിട്ടുള്ള ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ അവയ്ക്ക് കൂടുകെട്ടാനും അവയ്ക്ക് ഒളിച്ചു പാർക്കാനുമൊക്കെയുള്ള ആവാസ വ്യവസ്ഥ ഇല്ലാതാവുകയും ചെയ്യും. ലീഡ് ടു മാസ് മൊർട്ടാലിറ്റി ഓഫ് ബേർഡ്സ് ആൻഡ് മറൈൻ മാമൽസ് ഡ്യൂ ടു സ്ട്രോങ് വേവ്സ് ആൻഡ് വിൻഡ്സ്. വലിയ കാറ്റും വലിയ തിരമാലകളും പ്രത്യേകിച്ച് കടലിലുള്ള ജീവജാലങ്ങൾക്ക് ഭീഷണിയാണ്, അവ നശിച്ചു പോകുന്നതിനും. ഇനി പക്ഷികളുടെ കേസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പക്ഷികളുടെ മാസ് ഡിസ്ട്രക്ഷന് അല്ലെങ്കിൽ മോർട്ടാലിറ്റിക്ക്, അവയുടെ വലിയ അളവിലുള്ള മരണത്തിന് കാറ്റ് ഇടയാക്കുകയും ചെയ്യും. പിന്നീട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് ക്ലൗഡ് ബേസ്റ്റ്. അതായത് ഒരു പ്രത്യേക പ്രദേശത്ത് മഴമേഘങ്ങൾ ഒരുമിച്ച് കൂടുകയും ആ മഴമേഘങ്ങൾ ഒരു സ്ഥലത്ത് വളരെ കൂടുതൽ അളവിൽ മഴ പെയ്യുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ മേഘ വിസ്ഫോടനം എന്ന് പറയും. നമ്മളുടെ അടുത്തിടയിൽ വയനാട് പോലെയുള്ള പ്രദേശത്ത്, പുത്തുമല പോലെയുള്ള പ്രദേശത്തുണ്ടായ ഫ്ലഡിന് കാരണം ഇത്തരം ക്ലൗഡ് ബേസ്റ്റാണ്. അപ്പം ക്ലൗഡ് ബേസ്റ്റ് അല്ലെങ്കിൽ മേഘ വിസ്ഫോടനം എന്ന് പറയുന്ന പ്രതിഭാസം നമ്മളെ പോലെയുള്ള പ്രദേശത്ത്, കേരളത്തെ പോലുള്ള പ്രദേശത്ത് വളരെ അധികം അപൂർവം അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്ന് പറയാം. എന്നാൽ ദീർഘനാള ഒരു 2000-ന് ശേഷം, പ്രത്യേകിച്ച് 2020-ന് ശേഷം ഇത്തരം ക്ലൗഡ് ബേസ്റ്റ് നമ്മളെപ്പോലുള്ള സംസ്ഥാനത്ത് വളരെ വ്യാപകമാണ്. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. വാഷസ് അവേ സോയിൽ അഫക്റ്റിംഗ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഫ്ലഡ് അവൈലബിലിറ്റി. ഇത്തരം ക്ലൗഡ് ബേസ്റ്റ് മൂലം മണ്ണൊലിപ്പും പ്ലാന്റ്, അതായത് ചെടികളും എല്ലാം നശിച്ചു പോകുന്നതിനും ഫുഡ് അവൈലബിലിറ്റി, ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം പോലെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. എൻഡേഞ്ചേഴ്സ് ആനിമൽസ് ഇൻ മൗണ്ടനസ് റീജിയൻസ് ഡ്യൂ ടു സഡൻ ഫ്ലഡ്സ്. അതായത് കുന്നുകളിൽ മാത്രം ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ വരയാട് പോലെയുള്ള ഒരു ജീവി എടുത്തു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയിലെ കുന്നുകളിൽ, പ്രത്യേകിച്ച് നീലഗിരി കുന്നുകളിൽ മാത്രം, കുന്നിൻ്റെ മുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ജീവിയാണ് വരയാടെന്ന് പറയുന്നത്. അത് താഴ്വാരങ്ങളിൽ കാണത്തില്ല. അപ്പം വരയാടിനെ പോലെ ഇങ്ങനെ കുന്നിൻ മുകളിൽ മാത്രം കാണപ്പെടുന്ന ജീവജാലങ്ങളുണ്ട്. അപ്പം ഇത്തരം കുന്നിൻ മുകളിൽ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ മുകളിൽ ഇത്തരം ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജീവജാലങ്ങൾ പൂർണ്ണമായിട്ടും ആ വെള്ളപ്പൊക്കത്തിൽ അല്ലെങ്കിൽ മഴയിൽ ഒലിച്ചു പോവുകയും അത് നാശത്തിനിടയാക്കുകയും ചെയ്യും. ട്രിഗേഴ്സ് ലാൻഡ്സ്ലൈഡ്സ് ഡിസ്ട്രോയിങ് എൻറ്റയർ ഹാബിറ്റാറ്റ്. അത് പെട്ടെന്നുള്ള മണ്ണിടിച്ചിലിന് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനിടയാക്കുകയും ഒരു പ്രദേശം പൂർണ്ണമായിട്ട് വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നതിനിടയാക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസം അല്ലെങ്കിൽ പ്രത്യാഘാതം എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ഫുഡ് സ്കേഴ്സിറ്റിയാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഡിസ്റപ്റ്റ് റെയിൻഫാൾ പാറ്റേൺസ് ലീഡിങ് ടു വാട്ടർ ഷോർട്ടേജ്. കാലാവസ്ഥ വ്യതിയാനം ചില സ്ഥലങ്ങളിൽ മഴ കൂടുതലായിട്ട്, ഇപ്പം സൗദി അറേബ്യ പോലെയുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ മഴയില്ലാത്ത രാജ്യങ്ങളാണ്, അവിടെയൊക്കെ മഴ കൂടുതലായിട്ട് പെയ്യും. എന്നാൽ നമ്മളെപ്പോലെയുള്ള ട്രോപ്പിക്കൽ റീജിയനിൽ വരുന്ന രാജ്യങ്ങളിൽ മഴ കൂടുതലായിട്ട് പെയ്യേണ്ടുന്ന സാഹചര്യത്തിൽ മഴ പെയ്യാതെ ഇരിക്കുക. അപ്പം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ വ്യതിയാനം മഴയുടെ സ്വാഭാവികമായിട്ടുള്ള പെയ്ത്തിൽ, മഴ പെയ്യുന്ന കാലയളവിലും സാഹചര്യത്തിലും മാറ്റമുണ്ടാകുന്നത് മൂലം വരൾച്ചയുണ്ടാകും. റെഡ്യൂസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി റിസൾട്ട് ഇൻ ഫുഡ് ക്രൈസിസ്. അങ്ങനെ കൃഷി എപ്പോഴും മഴയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ നാട്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത്. മഴയില്ലാതെ വന്നു കഴിഞ്ഞാൽ
കൃഷി അല്ലെങ്കിൽ കാർഷിക വിളകൾക്ക് നാശമുണ്ടാവുകയും നമ്മുടെ ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാവുകയും ചെയ്യും. അത് വൈൽഡ് ലൈഫിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പരിശോധിച്ചാൽ, ഡ്രോട്ട് കണ്ടീഷൻ ഫോഴ്സ് ആനിമൽ ടു മൈഗ്രേറ്റ് ടു സെർച്ച് ഫോർ ഫുഡ് ആൻഡ് വാട്ടർ. വരൾച്ച ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്നും ജീവജാലങ്ങൾ വരൾച്ച ഇല്ലാത്ത സ്ഥലത്തേക്ക്, മറ്റൊരു സ്ഥലത്തെ, അതല്ലെങ്കിൽ അവയ്ക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ആനിമൽസിൻ്റെ മൈഗ്രേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാക്കപ്പെടും. സ്കേഴ്സിറ്റി ലീഡ്സ് ടു മാൽന്യൂട്രീഷൻ ആൻഡ് ഇൻക്രീസ്ഡ് മോർട്ടാലിറ്റി ഇൻ ആനിമൽ പോപ്പുലേഷൻ. ഇനി ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം, മാൽന്യൂട്രീഷൻ, ആവശ്യമുള്ള പോഷണം അല്ലെങ്കിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ജീവജാലങ്ങൾക്ക് കിട്ടാതെ വരികയും അങ്ങനെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി മൂലം ജീവജാലങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡിക്ലൈൻ ഉണ്ടാവുകയും ചെയ്യും. ലോസ് ഓഫ് ഫുഡ് സോഴ്സസ് അഫക്ട്സ് പ്രെഡേറ്റർ പ്രേ റിലേഷൻഷിപ്പ് കോസിങ് എക്കോസിസ്റ്റം ഇംബാലൻസ്. അതുപോലെ തന്നെ ഇപ്പം മാനുകളെ തിന്നു ജീവിക്കുന്ന ജീവജാലങ്ങളിൽ കടുവയോ പുലിയോ പോലെയുള്ളതാണ്. അപ്പോൾ മാനുകൾക്ക് തിന്നാൻ ആവശ്യമായിട്ടുള്ള പുല്ല് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മാനിൻ്റെ എണ്ണം കുറയും, അല്ലെങ്കിൽ മാനിന് പൂർണ്ണമായിട്ടും ഇല്ലാതെയാകും. മാനുകളും അല്ലെങ്കിൽ കടുവയ്ക്കും പുലിക്കും തിന്നാനായിട്ടുള്ള സസ്യഭുക്കുകളായിട്ടുള്ള ജീവജാലങ്ങളില്ലെങ്കിൽ അവയ്ക്കും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ ബാലൻസ് തന്നെ തകർക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ വാട്ടർ ആൻഡ് ഫുഡ് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന പ്രതിഭാസം. ഇനി അടുത്തത് ഹെൽത്ത് ആൻഡ് എക്കണോമിക് ഇഷ്യൂസാണ്. എക്സ്ട്രീം വെതർ കണ്ടീഷൻസ്, ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹീറ്റ് വേവ്സും വാട്ടർ സ്ട്രെസ്സും വാട്ടർ ബോൺ ഡിസീസും തുടങ്ങി, അതായത് പ്രധാനമായിട്ടും ഹീറ്റ് സ്ട്രെസ്സും വാട്ടർ ബോൺ ഡിസീസൊക്കെ കൂടുതലായിട്ടുണ്ടാകുന്നത് ഈ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ഇനി അത് ഇൻഫ്രാസ്ട്രക്ചറിനെയും എക്കണോമിക് ബർഡൻ, അതായത് കൃഷിനാശം ഉണ്ടാകുമ്പോൾ കൃഷിക്കാരനാൽ മാത്രമല്ല നാശമുണ്ടാകുന്നത്, കൃഷിക്കാരന് നാശമുണ്ടാകുന്നു, അതായത് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാകുന്നു. ആ സാമ്പത്തിക നഷ്ടം ഒരു സ്റ്റേറ്റിൻ്റെ പിന്നീട് ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ എക്കണോമിക് ഗ്രോത്തിനെ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയെ തകർക്കും. റൈസിങ് ടെമ്പറേച്ചർ ഇൻക്രീസ് ദ സ്പ്രെഡ് ഓഫ് വൈൽഡ് ലൈഫ് ഡിസീസസ്. ചൂട് കൂടുമ്പോൾ നമ്മൾ മനുഷ്യരിൽ മാത്രമല്ല അസുഖങ്ങൾ ഉണ്ടാകുന്നത്, വന്യജീവജാലങ്ങൾക്കും പെട്ടെന്ന് അസുഖങ്ങളുണ്ടായി അല്ലെങ്കിൽ ഡിസീസുകളുണ്ടായി മരണപ്പെടുന്നതിന് ഇടയാക്കും. ലോസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വെറ്റ്ലാൻഡ്സ് അഫക്റ്റ് എക്കോ ടൂറിസം ആൻഡ് ലോക്കൽ എക്കണോമിക്സ്. നമ്മുടെ നാട്ടിലൊക്കെ എക്കോ ടൂറിസം എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു ടൂറിസം ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൽ നിന്ന് ധാരാളം പണം ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്. ആ പണം ഉപയോഗിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുണ്ട്, ഈ ഇക്കോ ടൂറിസത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ആ ഇക്കോ ടൂറിസം മേഖല വിപുലപ്പെടുത്താനായിട്ട് അത്തരം പണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഡിഫോറസ്റ്റേഷനും അല്ലെങ്കിൽ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ ചൂട് കൂടുന്നത് മൂലമുണ്ടാകുന്ന എക്കണോമിക് ലോസ് ആ വഴിയും നമുക്കുണ്ടാകുന്നുണ്ട്. എക്കണോമിക് ലോസസ് ഇമ്പാക്ട് കൺസർവേഷൻ ഫണ്ടിങ് അഫക്റ്റിംഗ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാംസ്. ഇനി നമ്മളുടെ കൺസർവേഷൻ ഫണ്ടിങ് ഉണ്ട്, നമുക്ക് ധാരാളം വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടുന്ന സംവിധാനങ്ങളുണ്ട്. പിന്നീട് മാൻ ആൻഡ് ആനിമൽ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകളുണ്ട്, മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള സംഘർഷം. അപ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനും വന്യജീവികളെ സംരക്ഷിക്കാനും വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ ധാരാളം പണം ആവശ്യമാണ്. അപ്പോൾ അത്തരം പണമൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ഇത്തരം ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിൽ നിന്നും ഒക്കെയാണ്. അപ്പം അതൊന്നും നടക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ആനിമൽ എക്സ്റ്റിങ്ഷനാണ്. മെനി സ്പീഷീസ് ഫെയിൽ ടു അഡാപ്റ്റ് ചേഞ്ചിങ് ടെമ്പറേച്ചർ ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. പല ജീവജാലങ്ങൾക്കും ചൂട് കൂടുന്നത് മൂലം ജീവിക്കാൻ പറ്റാതെയാകും. അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ചൂട് കൂടിയ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റാതെ പോകുന്ന ജീവജാലങ്ങൾ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോവുകയും അവയുടെ വംശം തന്നെ അറ്റുപോവുകയും ചെയ്യുന്നു. അതിനെയാണ് ആനിമൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡോഡോ പക്ഷിയുടെയും ടാൻസാനിയൻ വൂൾഫിൻ്റെയും പാസഞ്ചർ പീജിൻ്റെയും ഒക്കെ പടം കൊടുത്തിട്ടുണ്ട്. ഈ ജീവജാലങ്ങളൊക്കെ തന്നെ എക്കോസിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ഇതിനെ ഭക്ഷണമായിട്ടുള്ള ജീവജാലങ്ങളില്ലാതായത്, ഇതിൻ്റെ പ്രെഡേറ്റർ ഇല്ലാതായത്, ഇതിൻ്റെ പ്രേ ഇല്ലാതായത് തുടങ്ങിയ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ അടുത്ത കാലത്ത് വളരെ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അപ്രത്യക്ഷമായ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതായിപ്പോയ ജീവജാലങ്ങളാണ്. ആർട്ടിക് ആനിമൽസ് ലൈക്ക് പോളാർ ബിയർ ആൻഡ് വാൾറൂസസ് ആർ അറ്റ് റിസ്ക് ഡ്യൂ ടു മെൽറ്റിംഗ് ഐസ്. നമ്മൾ ഐസിൻ്റെ, അതായത് ചൂട് കൂടുന്നത് മൂലം പോളാർ ബിയർ പോലെയുള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ഐസ് അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ അതിന് ജീവിക്കേണ്ട സാഹചര്യം വരും. ഒരിക്കലും വെള്ളത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു ശരീരപ്രകൃതിയോ അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷൻ ഒന്നുമില്ലാത്ത ജീവിയാണ് പോളാർ ബിയർ എന്നത്. ആ പോളാർ ബിയറിന് തണുത്ത പ്രദേശത്ത് നിന്നും ചൂടുള്ള ഒരു പ്രദേശത്ത് താമസിക്കാനും പറ്റുകയില്ല.
അപ്പോൾ അതിൻ്റെ തണുത്ത ഐസി ആയിട്ടുള്ള പ്രദേശം നഷ്ടപ്പെടുന്നത് മൂലം അതിൻ്റെ വംശം തന്നെ അറ്റുപോകും. ആംഫീബിയൻസ് ഫേസ് എക്സ്റ്റിങ്ഷൻ ഡ്യൂ ടു ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡിസീസ് സ്പ്രെഡ്. അതുപോലെ ചൂട് കൂടുന്നത് മൂലം ആംഫീബിയൻസ്, തവള പോലെയുള്ള ജീവജാലങ്ങൾക്ക് മുട്ടയിടാനോ അല്ലെങ്കിൽ വെള്ളം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ അവയുടെ എണ്ണം കുറയും, രോഗങ്ങൾ ധാരാളം ഉണ്ടാകും. ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ് എക്സ്റ്റിങ്ഷൻ ഡിസ്റ്റർബ്സ് എക്കോസിസ്റ്റം ആൻഡ് റെഡ്യൂസ് ബയോഡൈവേഴ്സിറ്റി. ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ് എക്സ്റ്റിങ്ഷൻ എന്നാണ് പറയുക. അതായത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വംശനാശം. അത് മനുഷ്യന് ഉണ്ടാകുന്നില്ല എങ്കിലും ജീവജാലങ്ങളിൽ ധാരാളം ഉണ്ടാകുന്നുണ്ട്. ആനിമൽ മൈഗ്രേഷൻ ഇടയാക്കും. പ്രത്യേകിച്ച് കാലാവസ്ഥ അതിതീവ്രമാകുമ്പോൾ തീവ്രത കുറഞ്ഞ സ്ഥലത്തേക്ക് ആനിമൽസ് മൈഗ്രേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ പുതുതായിട്ടൊരു സ്ഥലത്തേക്ക് ആയിരക്കണക്കിന് ജീവജാലങ്ങൾ എത്തിച്ചേരുമ്പോൾ, ഈ കൊടുത്തിരിക്കുന്ന പടം വിൽഡ് ബീസ്റ്റിൻ്റെ പടമാണ്. പതിനായിരക്കണക്കിന് വിൽഡ് ബീസ്റ്റുകളാണ് ഇങ്ങനെ സാവൻ, അതായത് ഈ പുൽമേടുകളിലൂടെ ആഫ്രിക്കൻ മരുഭൂമിയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയുക. അപ്പം ആഫ്രിക്കൻ മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് ഭക്ഷണമില്ലാതാകുമ്പോൾ ഭക്ഷണമുള്ള അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ അടുത്ത അനുകൂലമായ ഒരു സാഹചര്യത്തിൽ അത് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും മൈഗ്രേറ്റ് ചെയ്യപ്പെടാത്ത സ്ഥലത്തേക്കൊക്കെ ഇത് എത്തിച്ചപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്കോസിസ്റ്റം, അവിടുത്തെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു പോകും? തകരാറിലായി പോകും. ബേർഡ്സ് മൈഗ്രേറ്റ് ഏർലിയർ ഓർ ലേറ്റർ ഡിസ്റപ്റ്റിംഗ് ദെയർ ബ്രീഡിംഗ് സൈക്കിൾ. ഇനി കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ തണുപ്പ് കാലത്ത് വരുന്ന, ഇപ്പോൾ സാധാരണയായിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ചില പക്ഷികളുണ്ട്. അതായത് പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ പോലെയുള്ള ചില പക്ഷികളുണ്ട്. അത് ഡിസംബർ ജാനുവരി മാസത്തിലാണ്, അല്ലെങ്കിൽ നവംബർ ഡിസംബർ മാസത്തിലാണ് എന്ത് ചെയ്യുക, നമ്മുടെ നാട് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു കാലാവസ്ഥ ഡിസംബറിൽ നമ്മുടെ നാട്ടിൽ ചൂട് കൂടുതലാണ്, തണുപ്പ് കുറഞ്ഞു വരുന്നു. ചിലപ്പോൾ തണുപ്പ് ജാനുവരിയിലേക്കോ ഫെബ്രുവരിയിലേക്കോ മാറ്റപ്പെടാം, അല്ലെങ്കിൽ ഒക്ടോബറിലേക്ക് പുറകിലോട്ട് പോകാം. അപ്പം നൂറ്റാണ്ടുകളായിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃത്യമായിട്ട് മാസങ്ങളുടെ ഇടവേളകൾ കണക്കാക്കി മൈഗ്രേറ്റ് ചെയ്തിരുന്ന പക്ഷികൾക്ക് അത് മൈഗ്രേഷൻ ഒന്നുകിൽ മുന്നോട്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ പുറകോട്ടാക്കേണ്ടി വരും. അപ്പം അത്തരം പ്രത്യാഘാതങ്ങൾ അതിൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ബ്രീഡിങ്ങിനെ തന്നെ ബാധിക്കുകയും ചെയ്യും. മറൈൻ സ്പീഷീസ് മൂവ് ടു കൂളർ വാട്ടേഴ്സ് അഫക്റ്റിംഗ് ഫിഷറീസ്. അതുപോലെ കടൽ ചൂടാകുന്നത് മൂലം കടലിൽ ചൂടുള്ള സ്ഥലത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ അല്ലെങ്കിൽ മത്സ്യ ജീവജാലങ്ങൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകും. അങ്ങനെ നമുക്ക് തന്നെ ഭക്ഷണത്തിൻ്റെ, അതായത് നമ്മൾ കടലിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യങ്ങളുടെ അളവ് കുറയും. ഹാബിറ്റാറ്റ് ലോസ് ഫോഴ്സസ് ആനിമൽസ് ഇൻ ടു അർബൻ ഏരിയാസ്, ഇൻക്രീസിങ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേരളത്തെ പോലുള്ള സംസ്ഥാനം നേരിടുന്ന ഒരു പ്രത്യാഘാതമാണ് ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. വനത്തിൽ ആവശ്യമുള്ള ഭക്ഷണവും അതിന് ആവശ്യമുള്ള ഹാബിറ്റാറ്റും ഇല്ലാതെയാകുമ്പോൾ അത് അവിടെ നിന്നും എന്ത് ചെയ്യപ്പെടും? മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ മൈഗ്രേഷൻ പലപ്പോഴും എന്തിനിടയാക്കും? ആനിമൽസും മനുഷ്യനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന് അല്ലെങ്കിൽ സംഘർഷത്തിന് ഇടയാക്കും. അപ്പം ഇത്തരം സംഘർഷങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തെ അത് ബാധിക്കുകയും അത് ജന്തുക്കളും മനുഷ്യനും തമ്മിലുള്ള സംഘടനകൾ കൂടുതൽ വ്യാപകമാക്കുന്നതിനും ഇടയാക്കും. ഇനി രണ്ട് പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങൾ കൂടിയുണ്ട്. ഒന്ന് എൽ നിനോ എന്ന് പറയുന്ന പ്രതിഭാസമാണ്. എൽ നിനോ, ലാൻ നിനോ എന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് ലോക കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രതിഭാസങ്ങൾ. ഈ പ്രതിഭാസങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുണ്ടാകും. 2 മാർക്കോ 4 മാർക്കോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എൽ നിനോ എന്ന് പറഞ്ഞാൽ എന്താണത്? എ ക്ലൈമറ്റ് ഫിനോമിനൻ വെയർ ദ പസഫിക് ഓഷൻ വാംസ് അൺയൂഷ്വലി. പസഫിക് സമുദ്രം സ്വാഭാവികമായുള്ള രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അതായത് സാധാരണ പോകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ ചൂടാകുന്ന കണ്ടീഷനെയാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് നമ്മൾ എൽ നിനോ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് 2 മുതൽ 7 വർഷങ്ങൾക്കിടയിലായിട്ടാണ് ഉണ്ടാകുന്നത്. ഇത് ലോക കാലാവസ്ഥ അല്ലെങ്കിൽ വെതർ കണ്ടീഷനെ ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ എഫക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോസസ് ഡ്രോട്ട് ഇൻ ഓസ്ട്രേലിയ, ഇന്ത്യ ആൻഡ് ആഫ്രിക്ക. അതായത് പസഫിക് ഓഷനിൽ ചൂട് കൂടുമ്പോൾ നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഡ്രോട്ട്, അതായത് വരൾച്ച ഉണ്ടാകും, മഴ പെയ്യില്ല. എന്നാൽ സൗത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണപ്പെടുന്ന സൗത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാവുകയും ചെയ്യും. റെഡ്യൂസ് ഫിഷ് പോപ്പുലേഷൻ ബൈ വാർമിംഗ് ഓഷൻ വാട്ടേഴ്സ്. ഇങ്ങനെ കടൽ ചൂടാകുന്നത് മൂലം
ഫിഷ് പോപ്പുലേഷൻ, മത്സ്യങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്യും. അതിൻ്റെ വൈൽഡ് ലൈഫിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് പരിശോധിക്കാൻ നോക്കാം നമുക്ക്. കോറൽ ബ്ലീച്ചിങ് ഡ്യൂ ടു വാമർ ഓഷ്യൻ ടെമ്പറേച്ചർ. കോറൽ റീഫ്സ്, അതായത് പവിഴപ്പുറ്റുകൾ ഒരു ചെറിയ ടെമ്പറേച്ചർ വ്യത്യാസം പോലും അതിൻ്റെ നിറം വാങ്ങിപ്പോകുന്നതിന് അതിനെ നമ്മൾ ബ്ലീച്ചിങ് എന്നാണ് പറയുക. അപ്പം കടലിൽ ഏറ്റവും കൂടുതൽ ജീവജാലങ്ങൾ ഒരുമിച്ച് കാണുന്ന പ്രദേശം അല്ലെങ്കിൽ ജൈവവൈവിധ്യം കൂടിയ പ്രദേശം എന്ന് പറയുന്നത് ഇത്തരം പവിഴപ്പുറ്റുകളാണ്. പവിഴപ്പുറ്റുകൾ നശിച്ചു പോകും. ഡിസ്റപ്റ്റ് മൈഗ്രേഷൻ ആൻഡ് ബ്രീഡിംഗ് പാറ്റേൺസ് ഓഫ് ബേർഡ്സ് ആൻഡ് മറൈൻ മാമൽസ്. നമ്മുടെ നാട്ടിൽ വരൾച്ച ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് സൗത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ വരൾച്ചയുള്ള സ്ഥലത്തേക്ക് ജീവജാലങ്ങൾ വരുന്നത് കുറയും, അല്ലെങ്കിൽ ഇവിടെ നിന്നും ജീവജാലങ്ങൾ വരൾച്ചയില്ലാത്ത സ്ഥലത്തേക്ക് പോകും. ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും മൈഗ്രേഷൻ സംഭവിക്കാം. ഇൻക്രീസ് ഫോറസ്റ്റ് ഫയർ ഡിസ്ട്രോയിങ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഈ എൽ നിനോ എന്ന് പറയുന്ന പ്രതിഭാസം വരൾച്ച ഉണ്ടാക്കുന്നതോടൊപ്പം കാട്ടുതീയും മറ്റ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ലാനിന. അതായത് ലാനിന എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് എൽ നിന, കോസിങ് കൂളർ ദാൻ നോർമൽ പസഫിക് ഓഷൻ ടെമ്പറേച്ചർ. പസഫിക് ഓഷൻ്റെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ പസഫിക് സമുദ്രത്തിൻ്റെ താപനില സ്വാഭാവികമായ നിലയിൽ നിന്ന് താഴ്ന്നു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ലാനിന എന്ന് പറയുക. സ്ട്രെങ്തൻസ് മൺസൂൺ ആൻഡ് ഹ്യൂരിക്കെയിൻസ്. നമുക്ക് ലാനിന എന്ന് പറയുന്ന പ്രതിഭാസം പസഫിക് ഓഷനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എൽ നിനോയ്ക്ക് ഓപ്പോസിറ്റായിട്ടുള്ള പ്രതിഭാസം ഉണ്ടാകും. അതായത് വലിയ വ്യാപകമായിട്ടുള്ള മഴ പെയ്യും. മൺസൂൺ, അതായത് ജൂൺ മാസം തുടങ്ങുന്ന മഴ വളരെ കൂടുതലായിരിക്കും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്ന കാലാവസ്ഥയാണ് മൺസൂൺ എന്ന് പറയുന്നത്. അത് വളരെ കൂടുതലായിരിക്കും. അതുപോലെ ഹ്യൂറിക്കെയിൻസ്, ചുഴലിക്കാറ്റുകൾ ഉണ്ടാക്കുന്നതിനും ഇടയാക്കും. അതിൻ്റെ എഫക്റ്റ് നോക്കുക. കോസസ് ഹെവി റെയിൻസ് ആൻഡ് ഫ്ലഡിങ് ഇൻ ഏഷ്യ ആൻഡ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലും ഏഷ്യയിലുമൊക്കെ വളരെ കൂടുതൽ മഴ, സ്വാഭാവികമായ അളവിൽ കൂടുതൽ മഴ ലഭിക്കും. ഇൻക്രീസസ് ഡ്രോട്ട് ഇൻ US ആൻഡ് സൗത്ത് അമേരിക്ക. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലും US-ലും യുണൈറ്റഡ് സ്റ്റേറ്റിലും എന്ത് ചെയ്യും? വരൾച്ചയും സംഭവിക്കും. സ്ട്രെങ്തൻസ് ട്രോപ്പിക്കൽ സ്റ്റോംസ് ആൻഡ് ഹ്യൂറിക്കെയിൻസ്. അതുപോലെ തന്നെ ട്രോപ്പിക്കൽ റീജിയൻസ്, ട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ കൂടുതലായിട്ട് കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഉണ്ടാക്കുന്നതിന് ഇടയാക്കും. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എക്സസ് റെയിൻഫാൾ ലീഡ്സ് ടു ഹാബിറ്റാറ്റ് ഫ്ലഡിങ്, സ്ട്രോങ് സ്റ്റോംസ് ഡിസ്റ്റർബ്സ് ബേർഡ് മൈഗ്രേഷൻ പാറ്റേൺസ്, ഇൻക്രീസ്ഡ് ഡ്രോട്ട് അഫക്റ്റ് ഗ്രേസിംഗ് ആനിമൽ ആൻഡ് പ്രിഡേറ്റേഴ്സ്. ഈ പ്രധാനപ്പെട്ട 3 പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുക. ഒന്ന്, അധികമായിട്ടുണ്ടാകുന്ന റെയിൻഫാൾ ഹാബിറ്റാറ്റ് ഫ്ലഡിങ്, അതായത് ജീവജാലങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ തകർക്കുന്നതിനിടയാക്കും. സ്ട്രോങ് സ്റ്റോംസ് ഡിസ്റ്റർബ് ബേർഡ് മൈഗ്രേഷൻ പാറ്റേൺസ്, അതായത് കൊടുങ്കാറ്റുകൾ പ്രത്യേകിച്ച് പക്ഷികളുടെ മൈഗ്രേഷൻ. ഒരു സ്ഥലത്ത് പക്ഷികൾ പറന്നാണ് പോകുന്നത്. അതുകൊണ്ട് കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ പക്ഷികൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥയിലേക്കോ അല്ലെങ്കിൽ കൂട് കൂട്ടുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇൻക്രീസ്ഡ് ഡ്രോട്ട് അഫക്റ്റ് ഗേസിംഗ് ആനിമൽസ് ആൻഡ് പ്രിഡേറ്റേഴ്സ്. അതുപോലെ സൗത്ത് അമേരിക്കയിലും US-ലും ഉണ്ടാകുന്ന അതിതീവ്രമായിട്ടുള്ള വരൾച്ച അവിടെ ജീവജാലങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റും. ഇനി നമുക്കിതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഇതെങ്ങനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാം, അതിനുള്ള മെഷേഴ്സിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന മാർഗ്ഗങ്ങൾ എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. ഇന്ത്യ ഹാസ് ഇംപ്ലിമെൻറ്റഡ് വേരിയസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിലിറ്റി. സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനത്തിന് വേണ്ടി ഇന്ത്യ ലോക രാജ്യങ്ങളിൽ മറ്റെല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കുറേ പോളിസീസ് അല്ലെങ്കിൽ ചില തീരുമാനങ്ങളും ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ദീസ് ഇനിഷ്യേറ്റീവ് ഫോക്കസ് ഓൺ റിന്യൂവബിൾ എനർജി എഫിഷ്യൻസി, ഫോറസ്റ്റ് കൺസർവേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. നമ്മളുടെ രാജ്യത്ത് ഈ ഗ്ലോബൽ വാർമിംഗ് ഇഷ്യൂസ് അല്ലെങ്കിൽ ആഗോള താപനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗ്ഗങ്ങൾ പ്രധാനമായിട്ടും റിന്യൂവബിൾ എനർജി ഉണ്ടാക്കുക, അതായത് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ മേഖലയിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എനർജി എഫിഷ്യൻസി, അതായത് ഊർജ്ജം നല്ല രീതിയിൽ ഉപയോഗിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ. ഫോറസ്റ്റ് കൺസർവേഷൻ, അതായത് വനവൽക്കരണം. ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. നമ്മളൊരു ഫാക്ടറിയോ പുതിയൊരു വ്യവസായശാലകളോ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതിന് മുൻപ് അത് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠിച്ചതിന് ശേഷം നടപ്പിലാക്കുന്ന രീതി ആണ് നമ്മൾ ഇപ്പോൾ അവലംബിക്കുക. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൂടെ നമ്മൾ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
അതിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്നതാണ് നാഷണൽ സോളാർ മിഷൻ, NSM എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. ലോഞ്ച്ഡ് അണ്ടർ ദ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, NAPCC 2010 ഭാഗമായിട്ട്, അതിൻ്റെ പോളിസിയാണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ്. പോളിസിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്ന പദ്ധതി. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സോളാർ പാനലുകൾ ഉപയോഗിച്ച് എനർജി അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. അതായത് 2022 100 ജിഗാ വാട്ട്സാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെങ്കിൽ നമ്മുടെ 2030 ആകുമ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 280 ജിഗാ വാട്ട്സ് വൈദ്യുതി സോളാർ പാനലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, രാജ്യവ്യാപകമായിട്ട് ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി സോളാർ പാനലുകൾ വെക്കാനായിട്ടുള്ള പദ്ധതികൾ ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോളിസിയാണ് നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, NMEE എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് എനർജി എഫിഷ്യൻസി അക്രോസ് ഇൻഡസ്ട്രീസ് ആൻഡ് റെഡ്യൂസിങ് കാർബൺ എമിഷൻസ്. അതായത് എനർജി എഫിഷ്യൻസി, നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ബൾബുകൾ മിക്കതും LED ബൾബുകളാണ്. അതിന് മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ബൾബുകൾ എന്ന് പറയുന്നത് ട്യൂബ് ലൈറ്റുകളാണ്. അതിന് മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇൻകാഡസൻ്റ് ബൾബുകളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള ബൾബ് അല്ലെങ്കിൽ എനർജി എഫിഷ്യൻ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത് LED ബൾബുകൾ ഉപയോഗിച്ചിട്ടുള്ള ഊർജ്ജ ഉപയോഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള എനർജി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇംപ്ലിമെൻറ്റ് ദ പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ്, അതായത് പെർഫോം ചെയ്യുക, അച്ചീവ് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അതായത് നന്നായിട്ടുണ്ടാക്കുക, അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക, അത് വിൽക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നും ധനമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത്. എൻകറേജ് ദ യൂസ് ഓഫ് എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ് ആൻഡ് ബിൽഡിങ്സ് ത്രൂ മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ്, അതിപ്പം ലൈറ്റാകാം, ഫ്രിഡ്ജാകാം, TV ആകാം, നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു AC-യോ റെഫ്രിജറേറ്ററോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 സ്റ്റാർ, 3 സ്റ്റാർ, 5 സ്റ്റാർ എന്നിങ്ങനെ സ്റ്റാറിങ് റേറ്റ് കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ 5 സ്റ്റാർ എന്ന് പറയുന്നത് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് എനർജി ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണത്തെയാണ് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തുകൊണ്ട് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ എനർജി എഫിഷ്യൻ്റായിട്ടുള്ള അപ്ലയൻസസുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് NMEE എന്ന് പറയുന്ന മിഷൻ്റെ ഉദ്ദേശം. ദെൻ നാഷണൽ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് മിഷൻ, NSHM എന്ന് പറയുന്ന പോളിസിയുണ്ട്. എയിംസ് ടു പ്രൊമോട്ട് എക്കോ ഫ്രണ്ട്ലി അർബൻ പ്ലാനിംഗ് ആൻഡ് റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. അർബൻ പ്ലാനിങ്, അതായത് നഗരവൽക്കരണം നടത്തുമ്പോൾ, നഗരം നമ്മൾ പണിയുമ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാനിങ്ങിൽ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി നഗരം കൺസ്ട്രക്റ്റ് ചെയ്യുകയും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് ചൂട് പിടിച്ചു നിർത്തുന്നതും ചൂട് കൂട്ടുന്നതുമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഗ്രീനറി കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ സസ്യങ്ങളുടെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാബിറ്റാറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് NSHM എന്ന് പറയുന്ന പോളിസിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ, റീസൈക്ലിംഗ്, എനർജി എഫിഷ്യൻറ്റ് അർബൻ ട്രാൻസ്പോർട്ട്, അതായത് വൈദ്യുത വാഹനങ്ങൾ, പിന്നീട് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് നമ്മൾ വേസ്റ്റുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് പ്രത്യേകിച്ച് കുടുംബശ്രീയുടെയൊക്കെ പ്രത്യേക സംവിധാനങ്ങളിലൂടെ വേസ്റ്റ് കളക്ട് ചെയ്യുകയും അത് സോർട്ട് ചെയ്യുകയും അതിൽ നിന്ന് വളമുണ്ടാക്കുകയും അതിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഗവൺമെൻറ് സഹായത്തോടു കൂടിയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് വാട്ടർ കൺസർവേഷൻ ആൻഡ് ഗ്രീൻ ബിൽഡിംഗ് സ്റ്റാൻഡേർഡ്സ്, ജലത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളത് നാഷണൽ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് മിഷൻ്റെ ഒരു ഉദ്ദേശമാണ്. ഇനി GIM, ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്ന പോളിസിയുണ്ട്. എയിംസ് ടു ഇൻക്രീസ് ഫോറസ്റ്റ് കവർ ആൻഡ് ഇംപ്രൂവ് എക്കോസിസ്റ്റം സർവീസസ്. രാജ്യത്തിൻ്റെ ഫോറസ്റ്റ്, അതായത് വനത്തിൻ്റെ വിസ്തൃതി കൂട്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത്. പ്രൊമോട്ട് അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. വനവൽക്കരണത്തിലൂടെ ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ഹെൽപ്സ് ഇൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് ഇംപ്രൂവിങ് റൂറൽ ലൈവ്ലിഹുഡ്സ്. അതുപോലെ ജൈവവൈവിധ്യത്തെ സംരക്ഷിച്ചുകൊണ്ട്, റൂറൽ ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാർ, ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ പോളിസിയുടെ മറ്റൊരു ലക്ഷ്യം. ടാർഗറ്റ് റിസ്റ്റോറേഷൻ ഓഫ് 5 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഡീഗ്രേഡഡ് ഫോറസ്റ്റ് ബൈ 2030. 2030 ആകുമ്പോഴേക്കും 5 ദശലക്ഷം ഹെക്ടർ വനം പുതുതായിട്ട്
ഉണ്ടാക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന പോളിസിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നീട് ആദ്യം സൂചിപ്പിച്ചതുപോലെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പ്രോഗ്രാം, എ റെഗുലേറ്ററി പ്രോസസ് ദാറ്റ് ഇവാലുവേറ്റ് ദ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. അതായത് നമ്മുടെ രാജ്യത്ത് എന്തൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് മുൻപും ആ പ്രോജക്റ്റ് നടപ്പിലാക്കിയാൽ എന്ത് പ്രത്യാഘാതമുണ്ടെന്ന് മുൻകൂട്ടി പഠിച്ച് ആ പ്രത്യാഘാതങ്ങളെ തടയാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിനെയാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുമൂലം നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാൻ കഴിയും, ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കാൻ കഴിയും, പ്രൊട്ടക്റ്റിംഗ് എക്കോസിസ്റ്റം. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അവിടെ ഇത് ഒരു പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല എന്നൊരു പഠനത്തിൽ നിന്നും ഉണ്ടാകുന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള റിസൾട്ട് അങ്ങനെയാണെങ്കിൽ അത്തരം പദ്ധതികൾ ഒഴിവാക്കുക തന്നെ ചെയ്യും. ഇനി എനർജി ഓഡിറ്റ്, ഗ്രീൻ ഓഡിറ്റ് എന്ന് പറയുന്ന രണ്ട് പ്രതിഭാസമുണ്ട്. എനർജി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എ സിസ്റ്റമാറ്റിക് അസസ്മെൻറ്റ് ഓഫ് എനർജി യൂസ് ഇൻ ഇൻഡസ്ട്രീസ്, ബിൽഡിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓരോ വർഷവും എല്ലാ ഇൻഡസ്ട്രീസിൻ്റെയും, ഹോസ്പിറ്റലുകളാകാം, കോളേജാകാം, മറ്റ് പഠന സ്ഥാപനങ്ങളാകാം, എല്ലാത്തിൻ്റെയും എനർജി ഓഡിറ്റ്, എത്രത്തോളം ഊർജ്ജം ഉപയോഗിക്കുന്നു എന്ന് കണ്ടുപിടിച്ച് അതിനെ രേഖപ്പെടുത്തുന്നതിനെയാണ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ രേഖപ്പെടുത്തിയാൽ എവിടെയൊക്കെയാണ് ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നതിന് അതിന് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ഓഡിറ്റാണ് ഗ്രീൻ ഓഡിറ്റ്. 1 മാർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഇവാലുവേറ്റ് ദ എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡസ്ട്രീസ് ആൻഡ് ഓർഗനൈസേഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സ്ഥാപനം പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ടുള്ള എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അതിന് ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ, ഗ്രീനറി അതായത് കെട്ടിടം ഒരു ഗ്രീൻ അതായത് പച്ച കൊണ്ട് അല്ലെങ്കിൽ സസ്യങ്ങൾ കൊണ്ട് സംരക്ഷിതമാണോ ഒക്കെ പരിശോധിക്കും. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് റിഡക്ഷൻ, വാട്ടർ കൺസർവേഷൻ, ഇക്കോ ഫ്രണ്ട്ലി പോളിസീസ് തുടങ്ങിയവയൊക്കെ അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമുക്ക് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇതും ഉറപ്പായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു മേഖലയാണ് കാർബൺ ഫുട് പ്രിൻ്റ്. ഈ കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ദ ടോട്ടൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷൻ ഓർ ഇൻഡസ്ട്രി. ഒരാൾ അന്തരീക്ഷ വായുവിലേക്ക് അയാൾ ഉപയോഗിക്കുന്ന സംവിധാനത്തിലൂടെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്നതിനെയാണ് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്രത്തോളം കാർബൺ പുറത്തേക്ക് വിടുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഭക്ഷണത്തിലൂടെ, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയിലൂടെ അല്ലെങ്കിൽ വാഹനത്തിലൂടെ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന വാഹനത്തിലൂടെ, നമ്മളുടെ നിത്യ ഉപയോഗത്തിൽ നമ്മളുടെ വേസ്റ്റ് തുടങ്ങിയ എല്ലാത്തിൽ നിന്നും എത്രത്തോളം വേസ്റ്റ് അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇടയാക്കും എന്ന് കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാർബൺ ഫുട് പ്രിൻ്റ് എന്ന്. അത് മനുഷ്യൻ്റെ ഉണ്ട്, ഓർഗനൈസേഷൻ്റെ ഉണ്ട്, ഇൻഡസ്ട്രീസിൻ്റെ ഉണ്ട്. അതുമൂലം നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്ന് പറയുന്നത് ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫൈയിങ് വേസ്റ്റ് ടു റെഡ്യൂസ് കാർബൺ എമിഷൻ ത്രൂ സസ്റ്റൈനബിൾ ആൾട്ടർനേറ്റീവ്സ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പെട്രോൾ വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന വ്യക്തി പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഒരു പെട്രോൾ വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബൈക്കാകട്ടെ ഒരു കാറാകട്ടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് വിടുന്ന ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് നമ്മൾ ഫുട് പ്രിൻ്റ് കണക്കാക്കുന്ന ഇൻഡസ്ട്രീസും ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലായിട്ട്. അപ്പോൾ അവയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന കാർബൺ എമിഷൻ കണ്ടെത്താനും അത് റെഡ്യൂസ് ചെയ്യാനും കുറയ്ക്കാനുമായിട്ടുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് ഇത്തരം കാർബൺ ഫുട് പ്രിൻ്റ് അനാലിസിസ് നമുക്ക് പ്രയോജനപ്പെടും. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. ഇത് നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയമാണ്. എന്നിരുന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒന്നുകൂടി നമ്മളിവിടെ വിശദീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതിന് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ അത് കുറയ്ക്കാനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന മാർഗ്ഗങ്ങൾ, എല്ലിനോ, ലാനിന തുടങ്ങിയ പ്രതിഭാസങ്ങൾ, ഇവയെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിഷയം പഠിക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. താങ്ക് യു.